സ്നേഹിച്ചവൻ പാപിയായിരുന്നിട്ടും എന്നിൽ കനിഞ്ഞവൻ. കാശ് ഒരു പ്രശ്നമാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ വായിക്കുമ്പോൾ ധനവാനെക്കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. അയാൾ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുന്ന ഒരാളാണ്, നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. രണ്ടാമതായിട്ട് ലാസറിനെ കുറിച്ച് പറയുന്നത് അയാൾ മേശപ്പുറത്തു നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ശരീരത്തൊക്കെ വ്രണങ്ങളുണ്ടായിരുന്നു, ദരിദ്രനായിരുന്നു. രണ്ടുപേരെക്കുറിച്ചും കൃത്യമായ ഇൻട്രൊഡക്ഷൻ ഇന്ന് സുവിശേഷം നൽകുന്നുണ്ട്. പെട്ടെന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ഈ കാശുള്ളതൊരു തെറ്റാണോ? ഈ ധനവാനായ മനുഷ്യൻ ഒരു പാപിയാണോ? ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപക്ഷെ നരകത്തിലേക്ക് എൻട്രി എടുത്ത് വയ്ക്കേണ്ടവരാണ്. കാര്യം ഇന്ന് എല്ലാവരിടത്തും അത്യാവശ്യം കാശുണ്ട്, നല്ല വസ്ത്രങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മളും സന്തോഷത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്ത് പോകാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം കാശല്ല ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? എനിക്ക് തോന്നുന്നു ഈ ധനവാനായ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. കാര്യം ഇയാളെ പടിവാതിൽക്കൽ ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് എൻ്റെ വീട്ടിൽ ഒരാൾക്കും ഇങ്ങനൊരിടം കൊടുക്കില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും ഒരു ദരിദ്രനായ മനുഷ്യനെ കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ മേടയുടെ മുമ്പിലോ എൻ്റെ മുറിയുടെ ഫ്രണ്ടിലോ അങ്ങനെയൊന്നും ഒരാളും കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മേശയുടെ അരികിൽ ഒരാൾക്ക് എപ്പോഴും വന്നിരിക്കാൻ ഞാൻ അവകാശം കൊടുക്കില്ല. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ അവസരം കൊടുത്തു, സ്പേസ് കൊടുത്തു. അയാളുടെ മേശയ്ക്കരികിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഈ അപ്പക്കഷ്ണം വീഴുന്നതൊക്കെ ഭക്ഷിച്ചാണ് ജീവിച്ചത്. അയാളുടെ പടിവാതിൽക്കൽ ഈ മനുഷ്യനുണ്ടായിരുന്നു. പലപ്പോഴും ഇറങ്ങുകയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അയാൾ ആ സ്പേസ് കൊടുത്തു. നല്ല മനുഷ്യനാണ്. ഒരു ദരിദ്രനായ ഒരു മനുഷ്യന് വീടിൻ്റെ ഏതൊക്കെയോ വശങ്ങളിൽ അയാൾ ഇടം കൊടുത്തല്ലോ. എങ്കിൽ പിന്നെ അയാൾ ചെയ്ത തെറ്റെന്താണ്? അതാണ് ഇവിടുത്തെ ധ്യാന വിഷയം. അയാൾ ചെയ്ത തെറ്റ്, ഒരു മേശക്കരികിൽ ഒരാൾ തൻ്റെ ഭക്ഷണ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കഴിച്ച് ജീവിച്ചിരുന്നപ്പോൾ അയാൾ ചോദിക്കണമായിരുന്നു, നീ കഴിച്ചോ എന്ന്. അയാൾ ഇരുന്ന കസേരയുടെ തൊട്ടടുത്തൊരു കസേര ഇട്ടിട്ട് ഈ മനുഷ്യനെയും കൂടി പിടിച്ചടുത്തിരുത്തണമായിരുന്നു. എന്നിട്ട് അയാൾക്ക് വെച്ച ഭക്ഷണത്തിൻ്റെ പകുതി അയാൾ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാൻ മറന്നു പോയതും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാതെ പോയതുമാണ് വലിയൊരു പാവമായത്. അതേ കണക്ക് തന്നെ അയാൾ എത്രയോ പ്രാവശ്യം വീടിൻ്റെ പുറത്തുകൂടി നടന്നു പോയിട്ടുണ്ടാകും. ഈ മനുഷ്യനെ കണ്ടപ്പോൾ അയാൾ ചോദിക്കണമായിരുന്നു, നിൻ്റെ മുറിവുകൾക്ക് ഇങ്ങനെ സൗഖ്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? എനിക്ക് തോന്നുന്നു ഈ ചോദിക്കാത്തതിൻ്റെയും ഇങ്ങനെ അവൻ്റെ ഭക്ഷണമേശയിലിരുത്തി ഭക്ഷണം കൊടുക്കാത്തതിൻ്റെയും കാരണമാണ് അയാളെ പാപിയാക്കി മാറ്റിയത്, അയാൾ നരകത്തിന് അർഹനായിത്തീരുന്നത്. പ്രിയമുള്ളവരെയും, നമ്മൾ പരിശുദ്ധ ദിവ്യബലി സമയത്ത് വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ചെയ്ത പാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കാറുണ്ടല്ലോ. നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. വാക്കാൽ കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പ്രവർത്തിയാലും ചിന്തയാലൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഉപേക്ഷയാൽ ചെയ്യുന്ന ഒരു പാപത്തെയും കൂടെ ചേർത്താണ് നമ്മൾ നെഞ്ചിൽ കൈവച്ച് മാപ്പപേക്ഷിക്കുന്നത്. എന്താണ് ഉപേക്ഷയാൽ ചെയ്ത പാപം? അതാണ് ഈ ഉപമയിൽ പറയുന്ന സാരാംശം. കൂടെ ഒരു സഹോദരൻ ഉണ്ടായിട്ടും അവനെ കാണാത്ത പോലെ അഭിനയിച്ച് അവനെ ഗൗനിക്കാൻ നടന്നൊക്കെ ഉപേക്ഷയാൽ ചെയ്ത പാപമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കാറിൽ വന്നിങ്ങനെ തട്ടി ഭക്ഷണം കൈനീട്ടി ചോദിച്ച ഒരു സ്ത്രീയില്ലേ, ആ സ്ത്രീയെ നമ്മൾ ഗൗനിക്കാതിരുന്നത് ഉപേക്ഷയാൽ ചെയ്ത പാപമാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന ആ വികലാംഗരായ മനുഷ്യൻ അന്നൊന്നു വേണ്ട അന്നത്തിന് വേണ്ടിയാണ് നീട്ടിയതെന്ന് തിരിച്ചറിയാതെ നമ്മൾ മുഖം തിരിച്ചു കളഞ്ഞത് ഉപേക്ഷയാൽ ചെയ്ത പാവമാണ്. നമ്മളുടെ മുമ്പിൽ നമ്മളുടെ അയൽവക്കത്തുള്ള ആൾ ഒരു സഹായത്തിന് വേണ്ടി കൈനീട്ടിയപ്പോൾ നമ്മൾ ഇല്ല എന്ന് നമ്മൾ കള്ളം പറഞ്ഞത് ഉപേക്ഷയാൽ ചെയ്ത പാവമാണ്. ഒരു ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ഒത്തിരി അത്യാവശ്യത്തോടെ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ചപ്പോൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞത് ഉപേക്ഷയാൽ ചെയ്ത പാവമാണ്. ഒരു വീടിനകത്ത് സൂര്യൻ ഉദിക്കും മുമ്പേ അടുക്കളയിൽ എരിഞ്ഞു തീരുന്ന ഒരമ്മയെ ഗൗനിക്കാമെന്നത് ഉപേക്ഷയാൽ ചെയ്ത പാവമാണ്. രാത്രി പകലാക്കി അധ്വാനിച്ചിട്ട് ആ അപ്പൻ ഭക്ഷണം കഴിച്ചോ, ആ അപ്പന് ശരീരസൗഖ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാതെ പോയതൊക്കെ ഉപേക്ഷയാൽ ചെയ്ത പാവമാണ്. നിങ്ങളുടെ കുഞ്ഞു മക്കൾ എപ്പോഴും എവിടേക്ക് വീഴുന്നുണ്ട് എന്നറിഞ്ഞിട്ടും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് മനസ്സിൽ പ്രാഗിയതൊക്കെ ഉപേക്ഷയാൽ ചെയ്ത പാവമാണ്. കൂടെ ഇരിക്കുന്നവരെ, അടുത്തിരിക്കുന്നവരെയൊക്കെ എവിടെയെങ്കിലും ഗൗനിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു പാവമായിട്ട് ക്രിസ്തു എന്ന് കരുതുകയാണ്. പ്രിയമുള്ളവരെ, കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഈ ഗൗനിക്കുന്ന മനുഷ്യരാകണം, കുറച്ചും കൂടിയൊക്കെ പരിഗണിക്കുന്ന മനുഷ്യരാകണം. വലിയ കാര്യങ്ങൾ ചെയ്തവർക്കല്ല സ്വർഗം, ചെറിയ കാര്യങ്ങൾ വലുതായി ചെയ്തവർക്കാണ് സ്വർഗം. അങ്ങനെയാണെങ്കിൽ എവിടേക്കോ ഈ ചെറിയ കാര്യങ്ങളെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യം
എന്നും എൻ്റെ ശക്തിയല്ലോ ദിവ്യകാരുണ്യം, എന്നും എൻ്റെ രക്ഷയല്ലോ. ജീവിത പാതകളിൽ നിത്യജീവനാ, തളരും വേളകളിൽ നിത്യസ്നേഹമായി എന്നെ പൊതിയുന്ന സ്നേഹം ദിവ്യകാരുണ്യം, എന്നെ പൊതിയുന്ന സ്നേഹം ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്നും എൻ്റെ ശക്തിയല്ലോ, ദിവ്യകാരുണ്യം എന്നും എൻ്റെ രക്ഷയല്ലോ. കൂടെ വരുന്നു എന്നും കൂട്ടിരിക്കുന്നു ഈശോയാം ദിവ്യകാരുണ്യം. അകമിരിയുമ്പോൾ അകതാരിൽ അലിയുന്നു ദിവ്യകാരുണ്യം. ആരുമില്ലാത്ത നിസ്സഹായ വേളയിൽ അരികിലുണ്ടെന്നും ദിവ്യകാരുണ്യം. കൈവിടാതെ കരുതും കരവുമായി യുഗാന്ത്യത്തോളം ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്നും എൻ്റെ ശക്തിയല്ലോ, ദിവ്യകാരുണ്യം എന്നും എൻ്റെ രക്ഷയല്ലോ. പ്രാണൻ പോവോളം എന്നെ സ്നേഹിച്ചവൻ, പാപിയായിരുന്നിട്ടും എന്നിൽ കനിഞ്ഞവൻ. മന്നയായിതാ മുന്നിലണയുന്നു, സ്വർഗം തുറന്നീ പുണ്യനിമിഷം. നൽകുന്നു അവൻ ശരീരരക്തങ്ങൾ, ആത്മീയ ജീവന്റെ സമ്മാനമായി. അനുതപിച്ചണയുന്ന നേരമെല്ലാം ഉള്ളിൽ നിറയുന്ന ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്നും എൻ്റെ ശക്തിയല്ലോ, ദിവ്യകാരുണ്യം എന്നും എൻ്റെ രക്ഷയല്ലോ. ജീവിത പാതകളിൽ നിത്യജീവനാ, തളരും വേളകളിൽ നിത്യസ്നേഹമായി എന്നെ പൊതിയുന്ന സ്നേഹം ദിവ്യകാരുണ്യം, എന്നെ പൊതിയുന്ന സ്നേഹം ദിവ്യകാരുണ്യം.